നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. വാമനപുരം MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു സുധീർ ഷാ പാലോട്. 12,185 വോട്ടിന് കുത്തക മണ്ഡലം പിടിച്ചെടുത്തുകൊണ്ടാണ് നിയമസഭയിലേക്ക് സുധീർ ഷാ പാലോട് എത്തുന്നത്. DK മുരളിയെ തോൽപ്പിച്ച കന്നി അംഗത്തിൽ സഭയിലേക്ക്. UDFന്റെ യുവമുഖമാണ്, യൂത്ത് കോൺഗ്രസിന്റെ മുൻ ജില്ലാധ്യക്ഷനാണ്, സമരമുഖങ്ങളിലെ നിറസാന്നിധ്യമാണ്. സുധീർ ഷാ പാലോട് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ചിറ്റൂർ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുകയാണ് അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ. സുമേഷ് അച്യുതൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വാസ്യതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വാസ്യതയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. അഡ്വക്കേറ്റ് V മുരുകദാസിനെ 6,510 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചാണ് നിയമസഭയിൽ ആദ്യമായി അദ്ദേഹം വിജയിച്ചു കയറുന്നത്. KPCC OBC വിഭാഗം ചെയർമാനാണ്. മുൻ MLA K അച്യുതന്റെ മകനാണ്. അച്ഛനെ കൈവിട്ട മണ്ഡലം പിടിച്ചെടുത്തു എന്നതാണ് അദ്ദേഹത്തിന് അഭിമാനാർഹമായ ഒരു കാര്യം. 2021 K കൃഷ്ണൻകുട്ടിയോടാണ് അദ്ദേഹത്തിന്റെ പിതാവ് പരാജയപ്പെട്ടത്. KV സുമേഷ് സത്യപ്രതിജ്ഞയ്ക്ക് എത്തുകയാണ്. അഴീക്കോട് നിന്ന് 349 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് വിജയം. പക്ഷേ ഇടതുപക്ഷത്തു നിന്നുള്ള മറ്റൊരു യുവ മുഖമാണ് അഡ്വക്കേറ്റ് കരീം ചേലേരിയെ തോൽപ്പിച്ചുകൊണ്ട് ജനകീയതയിലായിരുന്നു രണ്ടു സ്ഥാനാർത്ഥികളുടെയും ഇത്തവണത്തെ മത്സരം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ വിജയിച്ച് എത്തുകയാണ് അഴീക്കോട് MLA. KV സുമേഷ് എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. നിയമസഭയിൽ ഇത് രണ്ടാം വട്ടമാണ്. KM ഷാജിയെ തോൽപ്പിച്ചുകൊണ്ടാണ് തുടക്കം. CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ് KV സുമേഷ്. ശ്രീ PP സുമോദ്. തരൂരിൽ നിന്നുള്ള ജനപ്രതിനിധി PP സുമോദ് നിയമസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്യാനെത്തുകയാണ്. 11,910 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുബ്രഹ്മണ്യൻ KC തോൽപ്പിച്ചുകൊണ്ട് നിയമസഭയിലേക്ക് എത്തുന്നത്. രണ്ടാം തവണയാണ് നിയമസഭയിലേക്ക് എത്തുന്നത്. CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. സുമോദ് എന്ന ഞാൻ നിയമസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. SFI രാഷ്ട്രീയത്തിലൂടെ SFIയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയായി, DYFIയുടെ ജില്ലാ പ്രസിഡന്റായി, DYFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായി പൊതുപ്രവർത്തനം നടത്തി, രാഷ്ട്രീയ പ്രവർത്തനം നടത്തി നിയമസഭയിലേക്ക് രണ്ടാം തവണ എത്തുകയാണ് തരൂർ MLA.